ഹായ്, നമസ്കാരമുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ്. ഈ രണ്ടാമത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധവും നിങ്ങൾക്ക് പറ്റാതിരിക്കാനും കൂടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയിൽ റൂം റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യം തന്നെ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം, അതായത് ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ മൈസൂർ ഊട്ടി റോഡിൽ ഇങ്ങനെ വന്ന സമയത്ത് രോഹിണി ജംഗ്ഷനിൽ ഞങ്ങളിവിടെ ഒരു കീസ് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ ഫുഡായിരുന്നു. സാധാരണ ഇന്നലെ വൈകിട്ടൊക്കെ ഞങ്ങൾ കഴിച്ച ഫുഡെന്ന് പറയുന്നത് അത്ര കൊള്ളത്തിനായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളിപ്പോൾ രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇഡ്ഡലി ഒന്നും കഴിച്ചു. കുറേയേറെ ഇഡ്ഡലി കഴിച്ചു. ഇന്നലെ സത്യം പറയാൻ ഒന്നും കഴിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നത്തെ ഫുഡ് തീരെ മോശമായിരുന്നു. കൂട്ടത്തിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചില്ല. അതുള്ളായിരുന്നു. തിന്ന് ഇവിടെ ഒരു കടയൊക്കെ ഉള്ള മൊത്തം കഴിച്ചു. എല്ലാവരും കഴിച്ചു. നല്ല സൂപ്പർ ഫുഡ്. പുറത്ത് നിന്നൊക്കെ ഞാൻ ഈ കടയൊന്ന് കാണിച്ചു തരാം. കഴിച്ചപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്, ഇത് കണ്ടോ, ഇവിടെ ഒരു ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 140 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൽ കുറേ റൂമുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ സീസൺ ടൈം ആയിട്ട് തന്നെ 2500 രൂപയ്ക്ക് അവർ റൂം തരാമെന്ന് പറഞ്ഞു. വലിയ വിശാലമായ റൂമാണ്. റൂമിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരുന്നുണ്ടാവും. നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സീസൺ അല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000-1500 രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റൂം അവൈലബിൾ ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ ആ കാര്യങ്ങളും ആ റൂമുകളൊക്കെ ഞാൻ വ്യക്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് പഴമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, പിന്നെ തന്നെയല്ല ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉയരമുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ഉയരമുള്ള സ്ഥലമാകുമ്പോഴത്തേക്ക് ഞാൻ ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. കണ്ടുണ്ടോ, ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഭയങ്കര ഇതാണ്. രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല കോടയാണ്. നല്ല കോടയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ലാവൻഡറിൻ്റെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ടോ അവിടെ. ലാവൻഡർ എന്ന് പറയാൻ പറ്റത്തില്ല, കറക്റ്റ് നോക്കിയാൽ ലാവൻഡർ തന്നെ. അതേ എഫക്റ്റ് വരുന്ന, അതേ കളറ് വരുന്ന, അതേ പൂക്കൾ വരുന്ന ഒരു മരം, മനോഹരമായൊരു മരമുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഇവിടെ നല്ല റൂം അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ചാർജും കുറവാണ്. ഇപ്പോൾ സീസൺ ടൈമാണ് എങ്കിൽ പോലും അത്യാവശ്യം 2500 രൂപയ്ക്ക് നല്ല റൂം കിട്ടുമെന്നാണ് പറഞ്ഞു. എന്തായാലും നോക്കട്ടെ, അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ഇതൊരു ഒരുപാട് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ്. പക്ഷേ നല്ല രസമുണ്ട് കാണുന്നത്. അതിൻ്റെ ഒരു ഇന്ത്യയിലൊക്കെ ചെയ്തൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇങ്ങനൊരു ഏരിയയില്ല കേട്ടോ. ഒരു ബിൽഡിംഗ് കണ്ടോ, പഴയ ബിൽഡിംഗ്. ഓൾഡ് ഹെറിറ്റേജ് ബിൽഡിംഗ്, 140 years old. 140 years old. അത്ര ശരി. 140 140 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം. അതെ, നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ബെഡാണ്, കാര്യങ്ങളാണ്. കയറി വരുമ്പോഴത്തെ കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇത്രയും സ്പേസ് ഉണ്ട്. റേറ്റ് പറഞ്ഞ എത്രയായിരുന്നു? 2500 2500 രൂപയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വരാം. അത് ഈ ഒരു സീസൺ ടൈമിൽ. സാധാരണ അപ്പം നമുക്കൊരു സീസൺ അല്ലാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ റേറ്റ് എടുക്കും. അപ്പോൾ മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഒരു സീസൺ അല്ലാത്ത ടൈമിൽ വരുവാണെന്നുണ്ടെങ്കിൽ 1000-1500 ദിർഹംസിന് 1500 രൂപയ്ക്കൊക്കെ നമുക്ക് എടുക്കാം. 2000 രൂപയ്ക്ക് അങ്ങേറ്റം. പക്ഷേ ഇപ്പോൾ സീസൺ ആയിട്ട് തന്നെ കേവലം 2500 രൂപയേ ഉള്ളൂ. ഡേറ്റ് നോക്കി വെച്ചോ, മെയ് മാസമാണ്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്പറോട് തന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ ഈ ഒരു ഹോട്ടലിലെ നമ്പർ കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഇവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ജൂൺ ജൂലൈയിലൊക്കെ ചാർജ് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും റൂം ഞാൻ റിയലായിട്ടൊന്നും സംസാരിക്കുന്നത് സൂപ്പർ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഔട്ട്സൈഡ് കണ്ടോ, നല്ല അടിപൊളി ഒരു ചെറിയൊരു ഗാർഡൻസും കാര്യങ്ങളൊക്കെ കൊണ്ടൊരു വല്ലാത്തൊരു വൈബാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 140 വർഷം പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇന്ത്യയിലും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഒരു പഴമ ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന നല്ല റൂം. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക. ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഊട്ടിയിലെ പൂക്കളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാറൊന്നുമില്ലല്ലോ. ഇത്ര വർണ്ണമായ പൂക്കൾ. ഈ പൂക്കളുടെ പേരൊന്നും എനിക്കറിയാൻ വയ്യ, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇത് കണ്ടോ, ഇതേത് പൂവാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ചെടിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 6 ഇഞ്ച് പൊക്കം കാണും, അത്രേ കാണത്തുള്ളൂ ഈ ചെടിക്ക്. ഈ ചെടിയൊക്കെ നമ്മുടെ
കേരളത്തിൽ ഇഷ്ടംപോലുണ്ട്. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയെന്ന് പറയുന്നതും പൂവെന്ന് പറയുന്നുണ്ട് ഇതാണ്. ചെടി തീരെ ചെറുതാണ്, പക്ഷേ പൂക്കളെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാത്ത പൂക്കൾ. ഇതുണ്ട്, ഇത് കുറേ നിൽപ്പുണ്ട് ഇവിടെ. എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മരത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ, ലാവൻഡർ. ഈ താഴെ എനിക്ക് തോന്നുന്നു ഈ താഴെ കിടക്കുന്ന മൊത്തവും അതിൻ്റെ പൂക്കളാണ് കണ്ടോ, അത് കൊഴിഞ്ഞ് കിടക്കുന്ന ഇഷ്ടം പോലെ ഇവിടെ കിടപ്പുണ്ട്. ഈ ഒരു മരത്തിൽ ഞാൻ പറഞ്ഞില്ലയോ, ഈ ഒരു മരത്തിൽ മൊത്തം ലാവൻഡർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലാവൻഡറിൻ്റെ അതേ കളറുള്ള പൂക്കളാണ് കണ്ടോ. നോക്കി എൻ്റെ ഒരു ഭംഗി നോക്കിയേ. ഈ ഒരു മരം നിറച്ചു അതാ കണ്ടോ. നോക്കി ആ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അത് തന്നെ. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ തടിയൊക്കെ നാച്ചുറൽ തടി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകിട്ടൊക്കെ നമുക്കിരിക്കാം, എൻജോയ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ഗാർഡനുണ്ട്. ഇവിടെ ഇരിക്കേണ്ടവർക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ റൂമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, റൂം ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ട് ആ കാണുന്നൊരു ബിൽഡിങ്, ആ ഒരു കാണുന്ന ബിൽഡിങ്. ഇവിടെ നല്ല കാഴ്ചകളും ഭയങ്കരമായി. ഊട്ടിയിലെ ഏകദേശം ഒരു നല്ല സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നിന്നാൽ കാണാം. അത്രയും വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ തച്ചിന് ഫോട്ടോ എടുപ്പാ കേട്ടോ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പാ കണ്ടോ. ഒരാൾ ഫോട്ടോ എടുത്തു, ഒരാൾ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുഴപ്പി നിൽക്കുന്നു. അപ്പോൾ ഞാൻ കുഴി വീണേ. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എണ്ണം ആ മരം നല്ല കേട്ടോ, ആ മരത്തിനൊത്ത് അടിപൊളി. എങ്ങനെയുണ്ട്? അത്തി നമുക്ക് ഇന്നലെ അബദ്ധം പറ്റിപ്പോയില്ലേ?